യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ചാൽ മതിയെന്ന നിലപാടിലാണ് ഇപ്പോൾ യുക്രൈൻ നേതാവ് സെലൻസ്കി ഉള്ളത്. വാശിപ്പുറത്താണ് റഷ്യ യഥാർത്ഥത്തിൽ സമാധാന ചർച്ചകൾക്ക് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ ഇത് തങ്ങളുടെ ആവശ്യമാണെന്ന് മറന്നുകൊണ്ട് യുക്രൈൻ കാണിക്കുന്ന പ്രവർത്തികൾ ശരിക്കും യുക്രൈനെ തന്നെ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ് ആക്കിയിരിക്കുന്നത്. ദക്ഷിണ പ്രദേശങ്ങളായിട്ടുള്ള ബ്രയാൻസ്ക് എന്നിവിടങ്ങളിൽ ട്രെയിനുകൾക്ക് മുകളിലേക്ക് പാലങ്ങൾ തകർന്നു വീഴുകയുണ്ടായി. മാത്രമല്ല 7 പേർ കൊല്ലപ്പെട്ടതിന് പിന്നിൽ യുക്രൈന്റെ അട്ടിമറി പ്രവർത്തനങ്ങളാണെന്ന വാദമാണ് റഷ്യ കൂടുതലും ഉയർത്തുന്നത്. കുറ്റവാളികൾ യുക്രൈനു വേണ്ടി പ്രവർത്തിച്ചുവെന്ന കാര്യം ഏകദേശം ഉറപ്പായി കഴിഞ്ഞു. അതേസമയം തന്നെ റഷ്യ ഈ ആക്രമണങ്ങളെ തീവ്രവാദമായി കണക്കാക്കുകയും ചെയ്യുന്നുണ്ട്. ഇവയെല്ലാം ശരിക്കും ആക്രമണം അവസാനിപ്പിക്കാനുള്ള സെലൻസ്കിയുടെ ആവശ്യത്തിന് വെല്ലുവിളി ഉയർത്തുന്നതാണ്. അതേ ദിവസം തന്നെ യുക്രൈൻ പ്രധാനപ്പെട്ട റഷ്യൻ സൈനിക വ്യോമതാവളങ്ങളിൽ ഡ്രോൺ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയും നടത്തിയിരുന്നു. ഇത് ശരിക്കും റഷ്യയെ പ്രകോപിപ്പിക്കാനുള്ള നീക്കം തന്നെയാണ് എന്നതിൽ സംശയവുമില്ല. മാത്രമല്ല യുക്രൈനിന്റെ SBU ഇന്റലിജൻസ് സർവീസ് വൻ വിജയമായി കൊട്ടിയാഘോഷിച്ച ഈ ആക്രമണ കഥ യഥാർത്ഥത്തിൽ പാശ്ചാത്യ രാജ്യങ്ങളടക്കം വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തു.